നമസ്കാരം. ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് ലോക വായനാ ദിനം. ഇരിങ്ങണ്ണൂർ LP സ്കൂളിൽ വായനാ ദിനം ആചരിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും. വിദ്യാർത്ഥിനിയെ ചേംബറിലും ലോഡ്ജിലും എത്തിച്ച് പീഡിപ്പിച്ച അധ്യാപകനായ ദേവർകോവിൽ സ്വദേശി അറസ്റ്റിൽ. പെൺകുനികളുടെ വൻകരയിൽ എന്ന പുസ്തകം പുരസ്കാര നിറവിൽ. ബാലസാഹിത്യ പുരസ്കാരം വാണിമേൽ സ്വദേശിക്ക്. പാന്റിന്റെ പോക്കറ്റ് തപ്പിയപ്പോൾ കിട്ടിയത് MDMA. വാണിമേൽ സ്വദേശി പിടിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ലോക വായനാ ദിനം. ഇരിങ്ങണ്ണൂർ LP സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും വായനാ ദിനാചരണം വർണ്ണാഭമാക്കി. റിട്ടയേർഡ് അധ്യാപകനും കവിയും ഗാനരചയിതാവുമായ K. കുമാരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മാസ്റ്റർ PK ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. BRC ട്രെയിനർ പ്രസീത ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. M. ഷീന സ്വാഗതവും T. ബിജി നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പുസ്തക പ്രദർശനം, പ്രതിജ്ഞ, വായനാമരം, കഥാകാർഡുകൾ, പോസ്റ്റർ നിർമ്മാണം, സാഹിത്യ ക്യൂസ് തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അധ്യാപകനായ ദേവർകോവിൽ സ്വദേശി അറസ്റ്റിൽ. ഇംഗ്ലീഷ് വിഭാഗം മേധാവി ദേവർകോവിൽ സ്വദേശി KK കുഞ്ഞമ്മദിനെയാണ് ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ അധ്യാപകന്റെ ചേംബറിലും തലശ്ശേരിയിലെ ലോഡ്ജിലും എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം വാണിമേൽ സ്വദേശിയായ ശ്രീജിത്ത് മുത്തേടത്തിന്. ശ്രീജിത്ത് മുത്തേടത്തിന്റെ പെൺകുനികളുടെ വൻകരയിൽ എന്ന നോവലാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. യുവ പുരസ്കാരത്തിന് അഖിൽ P. ധർമ്മജനും മലയാളത്തിൽ നിന്ന് അർഹനായിട്ടുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. നോവലിസ്റ്റും ചെറുകഥാകൃത്തും ബാലസാഹിത്യകാരനുമായ ശ്രീജിത്ത് മൂത്തേടത്ത് തൃശൂർ ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂൾ അധ്യാപകനാണ്. തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന സമിതി അംഗവും തൃശൂർ ജില്ലാ മുൻ അധ്യക്ഷനുമാണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പെൺകുനികളുടെ വൻകരയുടെ പ്രസാധകർ. ചൊവ്വയിൽ നിന്ന് വരുന്ന സാനിയ എന്ന പെൺകുട്ടിയുടെ സഹായത്തോടെ 3 കുട്ടികൾ അന്റാർട്ടിക്കയിലേക്ക് ബലൂൺ യാത്ര നടത്തുന്നതാണ് ശ്രീജിത്ത് മൂത്തേടത്തിന്റെ പെൺകുനികളുടെ വൻകരയിൽ എന്ന പുസ്തകം. ഓരോ ഭൂഖണ്ഡങ്ങളിലും ുള്ള യാത്രകളിൽ അവിടുത്തെ കാലാവസ്ഥ, സസ്യജീവജാലങ്ങളുടെ പ്രത്യേകതകൾ, പരിസ്ഥിതി മാറ്റങ്ങൾ, അവർ എങ്ങനെ അതിജീവിക്കുന്നു എന്നെല്ലാം പറയുന്നു. കുട്ടികളെ ശാസ്ത്രലോകത്തേക്ക് കൊണ്ടുവരാനുള്ള ഊർജ്ജം നൽകുന്നതാണ് പുരസ്കാരമെന്ന് ശ്രീജിത്ത് പറഞ്ഞു. കുട്ടികളെ കൊണ്ട് ചിത്രം വരപ്പിച്ച് സ്വന്തമായി വരച്ച ചിത്രങ്ങൾ ഉൾപ്പെടുത്തി സ്കൂളിൽ ചിത്ര പ്രദർശനം നടത്താറുണ്ട്. കേശവൻ വെള്ളിക്കുളങ്ങര സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിനും അമ്പലക്കര C. രവീന്ദ്രൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം സരോവരം ബുക്സ് ഏർപ്പെടുത്തിയ ബാലസാഹിത്യ പുരസ്കാരത്തിനും പെൺകുനികളുടെ വൻകരയിൽ അർഹമായിട്ടുണ്ട്. 2011 പ്രസിദ്ധീകരിച്ച ജാലകങ്ങൾ എന്ന കഥാസമാഹാരമാണ് ശ്രീജിത്തിന്റെ ആദ്യ പുസ്തകം. പാലറ്റ്, നയൻമൊഴി, നിണവഴിയിലെ നിഴലുകൾ, ആഫ്രിക്കൻ തുമ്പികൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. നോവൽ, കഥ, ബാലസാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നീ മേഖലകളിലായി 15ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 50,000 രൂപയും ചെമ്പ് ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വിവിധ ഭാഷകളിലായി 24 പേർ ബാലസാഹിത്യ പുരസ്കാരത്തിനും 23 പേർ യുവസാഹിത്യ പുരസ്കാരത്തിനും അർഹരായി. MDMAയുമായി നാദാപുരം വാണിമേൽ സ്വദേശി തളിപ്പറമ്പിൽ പിടിയിൽ. പൂവുള്ളത്തിൽ വീട്ടിൽ ഹഫീസ് ആണ് ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായത്. 39.06 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. തളിപ്പറമ്പ് പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. വിപണിയിൽ ഏതാണ്ട് 60,000 രൂപ വില വരും. ദേഹപരിശോധനയിൽ പാന്റിന്റെ പോക്കറ്റിൽ നിന്നാണ് MDMA കണ്ടെടുത്തത്. തളിപ്പറമ്പ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. നല്ലൊരു വാർത്താ സന്ധ്യയുമായി നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം. ഹാപ്പി വെഡിംഗ് കല്ലാച്ചി. ഫോൺ 9526 477 466.